ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴത്തെ നമ്മുടെ സോപ്പുകളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ സോപ്പ് എന്ന് പറയുന്നത് ഓട്സും ഹണിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളെടുത്തിരിക്കുന്ന ബേസ് ഗോഡ് മിൽക്കിൻ്റെ ബേസാണ്. ഗോഡ് മിൽക്കിന് പകരം നമുക്ക് ഷിയ ബട്ടറോ ഗ്ലിസറിൻ്റെ ബേസിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എടുത്തിരിക്കുന്ന ബേസ് ഗോഡ് മിൽക്കിൻ്റെ ബേസാണ്. 500 ഗ്രാമിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് 500 ഗ്രാം അല്ല, ഒരു 7 ഗ്രാം കൂടുതൽ എടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ബേസ് എടുക്കുമ്പോൾ കറക്റ്റ് ഗ്രാം എടുക്കാതെ ഒരു 5-6 ഗ്രാമൊക്കെ കൂടുതൽ എടുക്കുക. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ച് കുറച്ച് വേസ്റ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് ഗ്രാം എടുക്കാതെ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കഴിവതും ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ ബേസൊക്കെ ഈ ഒരു രീതിയിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതിയാകും. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. നമ്മളിത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ ഒരു പാത്രം ഇറക്കി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെള്ളം നമ്മുടെ ചൂടായിട്ടിരിക്കുന്നുണ്ട്, അതിലേട്ടാണ് കേട്ടോ ഇപ്പോൾ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇനി അതവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. മെൽറ്റായി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്കിതിലോട്ട് ചേർക്കാനുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഇത് ഓട്സാണ് വരുന്നത്. നമുക്ക് കടയിൽ നിന്നൊക്കെ പാക്കിൽ മേടിക്കാൻ കിട്ടുമല്ലോ, ആ ഒരു ഓട്സാണ് കേട്ടോ. അത് മിക്സിയിലിട്ട് അടിച്ചെടുത്തേക്കണതാണ്. ഇതേ രീതിയിലാണ് നമ്മൾ പിടിത്തിരിക്കുന്നത്. ഈ ഒരു ഓട്സ് ഒരു 20 ഗ്രാമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു തേനാണെങ്കിലും ഓട്സൊക്കെ ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് നൽകാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സ്കിൻ ഡ്രൈ ആയി പോകുന്നതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഓട്സും തേനും നല്ലതാണ്. നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റൊക്കെ ആക്കി വെക്കാനായിട്ട് ഇത് രണ്ടും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഓട്സിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓട്സ് നല്ലതാണ്. പിന്നെ ഹണി നമ്മളൊരു 4 ഗ്രാമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേർത്തിട്ടുണ്ടായിരുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ആൽമണ്ട് ഓയിൽ 1 ഗ്രാമും ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ഐറ്റമാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, ഗ്ലിസറിൻ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അലോവേരയുടെ ജെല്ല് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിലേക്ക് 3 ഐറ്റമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അത് 3ഉം കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഡ്രൈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോൾഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മോൾഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ബേസ് ഇവിടെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റ് അടിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ, ഓട്സും ഹണിയും ആൽമണ്ട് ഓയിലിൻ്റെയും, അതാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അതും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. എന്നിട്ട് നമ്മൾ വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ബേബി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സ്മെല്ലൊക്കെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. 1 കിലോ ബേസിലേക്ക് 20 മുതൽ 25 വരെ ചേർക്കാവുന്നതാണ്. നമ്മൾ മേടിക്കുന്ന കമ്പനി റേറ്റ് ഇതൊക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇനി ചൂടോടുകൂടി തന്നെ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ആ ഒരു ഓട്സൊക്കെ ആ ഒരു പാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. അപ്പോൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒരു ഓട്സും കൂടെ വന്ന് വീഴണമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഷേപ്പിലോട്ടായിട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 5 സോപ്പിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 500 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടത്തില്ല. 100 ഗ്രാമിൻ്റെ സോപ്പാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടത്തില്ല. അങ്ങനത്തെ നമ്മൾ 5 ഷേപ്പിലായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വരുന്ന ഒരു പതയുണ്ടല്ലോ, അത് പോകാനായിട്ട് ഇതുപോലെ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചും ആ ഒരു പത കോരി മാറ്റാവുന്നതാണ് കേട്ടോ. സ്പൂൺ ഉപയോഗിച്ച് മാറ്റുമ്പോൾ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റും കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് പോലെ തോന്നിയിട്ടില്ലേ?
ഇത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ ആ ഒരു സ്പ്രേ ചെയ്യണമെന്നുള്ളത്. പിന്നെ എന്തായാലും ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സെറ്റായതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനത്തെ നമ്മുടെ ഓട്സും ഹണിയുടെ സോപ്പ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാവുന്നതാണ് എങ്ങനെയാണ് കിട്ടിയേക്കണതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഓട്സൊക്കെ ആ ഒരു സോപ്പിന് മുകൾ ഭാഗത്തായിട്ട് ഇതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പൗഡേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമുക്ക് എല്ലാ സോപ്പും കിട്ടുന്നത്. രണ്ടാമത്തെ സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്ത് ഇത് പലതും പല ഷേപ്പ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് അടുത്ത സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്തെടുക്കുകയാണ്. അത് വേറൊരു ഷേപ്പാണ് വരുന്നത്. നമ്മളെടുക്കുന്ന ബേസ് അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ സോപ്പ് മേടിക്കുന്നത് ആ ഒരു രീതി തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സോപ്പ് 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ആക്കാവുന്നതാണ്. പിന്നെ ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാവും കേട്ടോ സെറ്റ് ആവാനായിട്ട്. അങ്ങനത്തെ നമ്മുടെ എല്ലാ സോപ്പും ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പയറി വരുന്നത് എബവ് ഒരു 6 മന്താണ്. അങ്ങനെ എല്ലാ സോപ്പും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പലതും പല ഷേപ്പ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല തിക്കോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഒരു സോപ്പ് ഇരിക്കുന്നത്. അങ്ങനെ ഓരോ സോപ്പിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് കവർ ചെയ്ത് വെക്കുന്നത്. ഞാനിപ്പോൾ ഇത് ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തിട്ട് നമ്മുടെ ലേബിൾ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഓരോ സോപ്പിൻ്റെ നമ്മൾ വെയിറ്റ് നോക്കിയതിന് ശേഷം നമ്മളിവിടെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ കവറിൽ പാക്ക് ചെയ്യുന്നത്, പലരും പല രീതിയിലാണല്ലോ ചെയ്യുന്നത്. നമുക്ക് സെല്ലോഫെയിൻ ഷീറ്റ് വെച്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് സോപ്പ് പാക്ക് ചെയ്യണ ബോക്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ സോപ്പ് അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗോട്ട് മിൽക്കും ഹണിയും വെച്ചിട്ടുള്ള സോപ്പ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോപ്പുകളും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.